ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ പിങ്കിയെയും അതേപോലെ തന്നെ ഗൗതത്തിനോടും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ കൊണ്ടുവരണമെന്ന്. ഇത് കേട്ട ഗൗതം ആണെങ്കിൽ, ഇല്ല ഡോക്ടറെ, അത് പറ്റില്ല, നന്ദുവും ആ ഡോക്ടറും തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർക്ക് ആകെ അരിശം വരികയാണ്. നിങ്ങൾ ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയല്ലേ, എന്നിട്ട് ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ആ കൊച്ചു എത്ര പ്രാവശ്യം പറഞ്ഞു ഡോക്ടർ ആൻറ്റിയെ കൊണ്ടുവരണമെന്ന്. അതേ, ഇത് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, മാനസികമായ പ്രശ്നവും കൂടിയാണ്. ഞാനൊരു കാര്യം അവസാനമായിട്ട് പറഞ്ഞേക്കാം, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കൊച്ചിൻ്റെ ചികിത്സ ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചിനെ ചികിത്സിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൊച്ചു നടക്കില്ല. ഇത് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകും. അപ്പോൾ പിങ്കിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ തോന്നിക്കണം, ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഗൗതം ആണെങ്കിൽ ഒറ്റക്കാലം നിൽക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് പവിത്രയാണ്. അപ്പോൾ പവിത്ര ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പവിത്രയുടെ മുന്നിലേക്ക് കുറേ ഫ്രൂട്ട്സും മുട്ടയും പാലും ദോശയും ചട്നിയും ഒക്കെ കൊണ്ടിങ്ങനെ വെക്കുക. ഇത് കണ്ട പവിത്ര ആകെ അന്തിച്ചു പോയി. ഇതെന്തമ്മേ, ഇതെല്ലാം എനിക്കാണോ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ നീ എന്തിനിങ്ങനെ നോക്കുന്നത്, ഇതെല്ലാം നിനക്ക് വേണ്ടി തന്നെയാണ്. അയ്യോ അമ്മേ, ആണോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കഴിച്ച് നോക്കി. അങ്ങനെ ആ ദോശ എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ അമ്മ എന്തൊരു ടേസ്റ്റാ, ഇത്രയും നല്ല ടേസ്റ്റാണോ, ഞാനിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ, എനിക്കൊരു മസാല ദോശ കിട്ടിയിരുന്നെങ്കിലോ എന്ന്. അങ്ങനെയാണ് ഇതിനെ പറയുന്നതാണ് വ്യാക്കൂളെന്ന്. വ്യാക്കൂളോ? തന്നെ വ്യാക്കൂള്. അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ നമുക്കങ്ങനെ പല ആഗ്രഹങ്ങൾ തോന്നും. ചിലപ്പോൾ മസാല ദോശ തിന്നാൻ തോന്നും, ചിലപ്പോൾ പച്ച മാങ്ങ ഉപ്പിൽ മുക്കി ഇങ്ങനെ തിന്നാൻ തോന്നും, പിന്നെ അതേപോലെ തന്നെ ചെറിയ പുളികളെല്ലാം ഉപ്പിൽ മുക്കി ഇങ്ങനെ തിന്നാൻ തോന്നും. അതൊക്കെ ഇതിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ആണോ അമ്മേ? ഞാനേ ഈ വരുണിനെ ഗർഭിണിയായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലെ ആഗ്രഹങ്ങളെല്ലാം. എനിക്ക് എന്തായിരുന്നറിയാമോ, ഈ കാന്താരി മുളക് ഇടിച്ചിട്ട് അത് കപ്പയും കൂട്ടി കഴിക്കണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം. എന്നിട്ട് അമ്മ ഇതെല്ലാം കഴിക്കുമായിരുന്നോ? ചിലതൊക്കെ കിട്ടാറില്ല, ചിലതൊക്കെ കഴിക്കാറുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ഇതെല്ലാം പവിത്രയ്ക്കുള്ളതാ, അതെല്ലാം കഴിക്കുക. ഈ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശി വരാനായിട്ട് പോകുകയല്ലേ, അതുകൊണ്ട് ഇതെല്ലാം വയറ് നിറച്ച് കഴിക്കണം. അങ്ങനെയല്ല ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു അവിടുത്തെ ജോലിക്കാരി അമ്മ. അപ്പോൾ ഈ ജോലിക്കാരി അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതേതായാലും നല്ല കാര്യം തന്നെയാണ് ദേ മോഹിനി മാഡം. കാരണം ദേ ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞു കൊടുക്കേണ്ടതാണല്ലോ. അപ്പം പിന്നെ പവിത്ര കുഞ്ഞ് ഇതെല്ലാം വയറ് നിറയെ കഴിക്കണം, എന്നാലല്ലേ പവിത്ര കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഒരാക്കിയ രീതിയിൽ തന്നെ ഈ കനകാമ്മ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പവിത്രയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ്. അതേതായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ നന്ദുവിന് ഇവിടെ ഒരവകാശം ഉണ്ടാകാനായിട്ട് പാടില്ല. അവൻ എവിടെന്നോ വലിഞ്ഞു കയറി വന്നവൻ. അവൻ എന്തിനാ ഈ തറവാട്ടിലുള്ള എല്ലാവരും തലയെ പൊക്കി വെച്ചിരിക്കുന്നത്? പവിത്ര, നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ വേണം ഈ കുടുംബത്തിന് അനന്തരാവകാശി ഉണ്ടാകാനായിട്ട്, അല്ലാതെ നന്ദു അല്ല. ഇത് കേട്ടാ ഈ ജോലിക്കാരിക്ക് ആകെ കലി വരികയാണ്. അപ്പം നന്ദുവിനെ ഇവിടെ നിന്ന് പുറന്തള്ളിയിട്ട് ഇവളുടെ കുഞ്ഞിനെ അങ്ങോട്ട് പുകഴ്ത്താനാണല്ലേ? പക്ഷേ ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായാലല്ലേ അങ്ങനെ പുകഴ്ത്താനായിട്ട് പറ്റുള്ളൂ. പവിത്രമോള് കഴിക്കേ, അല്ലേ ഇനിയിപ്പോൾ ഈ ഗർഭം കൊണ്ട് തന്നെ, ഈ ഒരു സൗഭാഗ്യം കൊണ്ട് തന്നെ വർഷാവർഷം കുഞ്ഞുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട പവിത്രയുടെ മുഖം ആകെ മാറുകയാണ്. അപ്പോൾ മോഹിനി, അതിനെന്താ, ഉണ്ടാവട്ടെ, എല്ലാ വർഷവും കുഞ്ഞിനെ പ്രസവിക്കട്ടെ ഇവള്, എന്നിട്ട് ഈ തറവാട്ടിൽ മുഴുവൻ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ, ഇവിടെ ആർമാദിച്ച് വളരട്ടെ, അനന്തരാവകാശി ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചെല്ലട്ടെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കനകാമ്മയാണെങ്കിൽ, എടി പവിത്രേ, നിൻ്റെ ഏതായാലും പ്ലാനൊക്കെ കൊള്ളാം, ഇപ്പം വിജയിച്ചില്ലേ, എല്ലാവരും വെട്ടി വിഴുങ്ങുകയാണല്ലേ? വേണ്ട, അങ്ങനെ ഇപ്പം എല്ലാം വെട്ടി വിഴുങ്ങണ്ട, ഈ പാല് ജ്യൂസൊക്കെ ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ളങ്ങോട്ട് കുടിക്കുകയാണ്. അത് പിന്നെ പവിത്രേ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യമോ? എന്താവശ്യം? അതായത് എൻ്റെ ചിറ്റയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് കുറച്ച് പണം വേണം. ചിറ്റയോ? നിങ്ങൾക്ക് ചിറ്റയൊക്കെ ഉണ്ടോ? അവരെപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ ഒരു പ്രായവും കണക്കൊക്കെ വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചിറ്റയുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നീ എൻ്റെ പകൻ ചെകയാനായിട്ട് നോക്കണ്ട പവിത്രേ, ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ ചോദിച്ച പണം തന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. നിന്റെ കള്ളഗർഭം ഇവിടെ പൊളിച്ചടിക്കിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി നിന്നെ തല്ലിക്കൊല്ലും. അയ്യോ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല,
ഞാൻ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ തല്ലും. അത് സാരമില്ല, വാള ഇങ്ങോട്ട് ഊരി തന്നേക്ക് പവിത്രേ. അയ്യോ വാളയോ? വാള അപ്പം എൻ്റെ കയ്യിൽ കണ്ടില്ലെങ്കിലോ? അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? പക്ഷേ നീ ഗർഭിണിയല്ല, എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലോ? പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഇത് കേട്ട പവിത്രയ്ക്കാകെ പേടി തോന്നി. പവിത്ര ആ ഒരു വള അങ്ങോട്ട് ഊരിക്കൊടുക്കുകയാണ് ഈ ജോലിക്കാരിക്ക്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിമോളെയാണ്. അപ്പം ഗൗരിമോള് പടം വരച്ചുകൊണ്ടിരിക്കുക. പടം വരച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്ദുമോന് ഏത് പടം ആയിരിക്കും ഇഷ്ടം? ഈ പടം ആയിരിക്കോ? എങ്കിൽ പിന്നെ ഈ പടം തന്നെ വരക്കാം അല്ലേ? അങ്ങനെ ഈ കൊച്ചു പടം വരക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു പിങ്കി. പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഹായ് പിങ്കി ആൻറ്റി. അയ്യോ നന്ദമ്മ വന്നില്ലേ പിങ്കി ആൻറ്റി? ഇല്ല മോളെ, നന്ദമ്മ വന്നില്ല. അയ്യോ അതെന്താ വരാതിരുന്നത്? കഷ്ടമായി പോയല്ലോ. ഞാൻ നന്ദമ്മോനെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ദേ വരുന്നു നന്ദ. അപ്പം നന്ദ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ പിങ്കിയോ, എന്താ പിങ്കി പെട്ടെന്ന് വരാനുള്ള കാരണം? അമ്മേ ദേ നന്ദമോനെ കൊണ്ടുവന്നില്ല. ഗൗരിമോളെ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ പോയി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കൂ. ഓ അമ്മയ്ക്കും പിങ്കി ആൻറ്റിക്കും കൂടി സംസാരിക്കണമായിരിക്കും അല്ലേ? ദേ ഗൗരി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പിന്നെ പോകുമ്പോഴേ ആ കഥ കടച്ചിട്ട് പോയിക്കോ. ശരി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ട് പോവുകയാണ്. കൊച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ പിങ്കി, എന്താണാവോ എക്സ് വൈഫിനെ കാണാൻ വേണ്ടി വന്നത് മിസ്സിസ് ഗൗതം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ നന്ദ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഗൗതമിൻ്റെ ഭാര്യയായിട്ട് അതേ ഫസ്റ്റ് ഭാര്യ അടുത്ത് വന്നതല്ല. ഞാൻ എൻ്റെ നന്ദുമോൻ്റെ അമ്മയായിട്ട് വന്നതാണ് നന്ദൻ്റെ അടുത്തേക്ക്. ഇപ്പം എന്താ കാര്യം? ദേ എൻ്റെ മോനെ ചികിത്സിക്കണം, എൻ്റെ മോനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. നീ ഇല്ലാതെ പറ്റില്ല എൻ്റെ നന്ദുമോന്. ദയവ് ചെയ്ത് നീ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കണം നന്ദ. അങ്ങനെയല്ലല്ലോ നിങ്ങളിവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്. നന്ദുമോനെ ചികിത്സിക്കാനായിട്ട് ഞാൻ റെഡിയായിരുന്നു. ആ കാര്യവും നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്നെ വളരെയേറെ അപമാനിക്കുകയല്ലേ അയാൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ എന്തിനാ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ നന്ദുമോനെ നിനക്കല്ലാതെ വേറെ ആർക്കും രക്ഷിക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ കാല് ഭേദമാക്കി കൊടുക്കാമെന്ന് നീ തന്നെയല്ലേ നന്ദ പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്. അതിന് ഒരുക്കുമായിരുന്നു ഞാൻ. എത്രയോ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു നോക്കി. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? ഇവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോയതല്ലേ കുഞ്ഞിനെ. ആ കുഞ്ഞിനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നന്ദ. അതെല്ലാം വിട്ടേര്, നീ ഗൗതം സാറെ വിട്ടേര്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം കേൾക്കണം. എൻ്റെ മോൻ്റെ അമ്മയായിട്ട് എൻ്റെ കാല് പിടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം എന്തിനാ പിങ്കി കാല് പിടിക്കാനൊക്കെ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോൻ്റെ ഒരു അപകടം ഉണ്ടായി. അവനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റോ? എന്താ സംഭവിച്ചത്? അവൻ സ്റ്റെയർ കേസിൽ നിന്നൊന്ന് വീണു. ഇപ്പോൾ കാല് പഴയതിനേക്കാലം മോശമാണ്, അല്പം സീരിയസ് ആണ് നന്ദ. നിന്നെ കാണണമെന്നും നീ ചികിത്സിച്ചാൽ ഭേദമാകുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ മോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് വരണം. ഇത് കേട്ട നന്ദിയാണെങ്കിൽ ഇല്ല പിങ്കി, ഞാൻ വരില്ല. എനിക്കങ്ങനെ സാധിക്കില്ല. അഥവാ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാനായിട്ട് പോകുന്നത്? പിന്നെ നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അത് വീട് നന്ദ. ഇല്ല, നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെനിക്കറിയണം. ഇല്ല, ഗൗതമിനെ അറിയില്ല. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ വരണം. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ്. എൻ്റെ മോൻ്റെ അവസ്ഥയൊന്ന് നീ മനസ്സിലാക്കണം. അവൻ്റെ ആ ഒരു വികാരം നീ മനസ്സിലാക്കണം എന്ന് പറയുക. ഞാനഥവാ നീ വിളിച്ചത് അനുസരിച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മോനെ എന്നെക്കൊണ്ട് ചികിത്സിപ്പിക്കാനായിട്ട് നിൻ്റെ ഭർത്താവ് സമ്മതിക്കോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ സമ്മതിക്കും. ഗൗതമിൻ്റെ കാര്യം വിട്ടേര്. ആ സമ്മതിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഗൗതം ഒരു പ്രശ്നത്തിനും നിൻ്റെ അടുത്തേക്ക് വരില്ല. എൻ്റെ മോനെ ചികിത്സിച്ചാൽ മാത്രം മതി നന്ദ. എൻ്റെ പിങ്കി, നീ പാലിക്കാൻ പറ്റുന്ന വാക്ക് മാത്രം കൊടുക്ക്. അല്ലാതെ അതും ഇതും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നീ പോകാനായിട്ട് നോക്ക്. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വരില്ല എന്ന് നന്ദ വാശി പിടിച്ച് പറയുക. ഇത് കേട്ട പിങ്കിക്ക് അരിശം വരികയാണ്. നന്ദ, നീ വരില്ലേ നന്ദ? പക്ഷേ നീ അനുഭവിക്കും നന്ദ. ഞാൻ ഇത്രയും കരഞ്ഞ് നിന്നോട് പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിനക്ക് വരായിരുന്നു. നീ അതിന് അനുഭവിക്കും. നീറുന്ന മനസ്സോടുകൂടി തന്നെയാണ് നന്ദ ഞാൻ ഈ പറയുന്നത്. നീ എന്നോട് പറഞ്ഞില്ലേ പാലിക്കാൻ പറ്റുന്ന വാക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത്. പാലിക്കുന്ന വാക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ നന്ദ.
എൻ്റെ കുഞ്ഞിനെ നീ മോഹിപ്പിച്ചില്ലേ? നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ കണ്ടത്? എൻ്റെ കുഞ്ഞിനോട് എന്തിനാ നീ പറഞ്ഞത്? അവൻ്റെ കാല് ശരിയാക്കി കൊടുക്കാമെന്നും റേസിന് പങ്കെടുപ്പിച്ച് കൊടുക്കാമെന്നൊക്കെ നീ എന്തിനാ നന്ദ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ആ കുഞ്ഞു മനസ്സിൽ ആഗ്രഹങ്ങളെല്ലാം വളർത്തി കൂട്ടിയത്. ഇപ്പോൾ ഒരിത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ കൈവിടാമെന്നാണ് നിൻ്റെ വിചാരം. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദ കരയുക. ഇപ്പം നന്ദ കരഞ്ഞുകൊണ്ട് പറയാണ്, പിങ്കി അതൊന്നും അല്ല പിങ്കി, എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എനിക്ക് നന്ദുവിനെ ചികിത്സിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം നിനക്കറിയാലോ. അതൊക്കെ വിട്ടേര് നന്ദ. ഞാൻ പറയാണ്, ഞാൻ ഒരു നന്ദുമോൻ്റെ അമ്മയായിട്ടാണ് വന്നിരിക്കുന്നത്, നിൻ്റെ കാല് പിടിച്ച് പറയാനായിട്ട്. വരില്ലേ നന്ദ? നീ വരുമോ? നീ പറ നന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദ തലയും കുനിച്ച് നിൽക്കുക. ഓ, നീ വരില്ലല്ലേ? നിനക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ലല്ലേ? പക്ഷേ എൻ്റെ മോനോട് ചെയ്ത പോലെ നീ ഇനി ഒരു കുട്ടികളോടും ചെയ്യാനായിട്ട് പാടില്ല നന്ദ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങ് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹിന്ദിപരമാണ്. അപ്പോൾ അരുന്ധതി അമ്മായി ആണെങ്കിൽ ആകെ ടെൻഷനിൽ. അപ്പോൾ ഈ നമ്മുടെ മോഹിനിയുടെ ഭർത്താവെന്ന് അവിടെ നിൽക്കുക ജഗന്നാഥൻ. എന്നാലും ദൈവമേ, നന്ദുമോനോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ. ഞാൻ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ആ കൊച്ച് ഇനി ഒരിക്കലും ആ നന്ദപിശാചിനോടും അതിൻ്റെ മോളോടൊന്നും സംസാരിക്കാനായിട്ട് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എൻ്റെ നന്ദുമോൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ എൻ്റെ ദൈവമേ. ഇത് കേട്ട് നമ്മുടെ മോഹിനിയുടെ ഭർത്താവാണെങ്കിൽ അതൊന്നും സാരമില്ല, ചേട്ടത്തി ഈ കുടുംബത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ഏട്ടത്തിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നീ നിന്നിട്ട് എന്താ കാര്യം? നന്ദുമോനൊരു ആപത്തും കൂടാതെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം, എന്നാലേ എൻ്റെ മനസ്സിന് ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് മോഹിനി അങ്ങോട്ട് വരുന്നത്. ആഹാ മോഹിനി, നീ ഇത് എവിടെയായിരുന്നു മോഹിനി? എന്തെടുക്കുകയായിരുന്നു? എനിക്ക് പവിത്രയുടെ കാര്യം നോക്കണ്ടേ? അവൾക്കിപ്പോൾ വയ്യാതിരിക്കുകയല്ലേ. അവളുടെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? കനകയല്ലേ ഇവിടെ. കനകയോട് പറഞ്ഞാൽ എന്താ? എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കും? അവളുടെ കാര്യങ്ങൾ അങ്ങനെ വേലക്കാരിയോട് മാത്രം പറയാനായിട്ട് പറ്റുമോ? നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? നീ പറഞ്ഞ വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വേലക്കാരിയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവൾക്ക് ഓരോരോ ചിന്തയുള്ളൂ. നിങ്ങളാരും അവളെ പരിഗണിക്കണമെന്നില്ല എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ അവളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. അവൾ ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, അതിൻ്റെ സന്തോഷം തന്നെയാണ്. അതാ പറഞ്ഞത്. ഇവിടെ ആർക്കും ആ ഒരു സന്തോഷം കാണാനൊന്നുമില്ലല്ലോ. എപ്പോഴും നന്ദു നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയല്ലേ. എന്താ മോഹിനി, നീ എന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നന്ദുവും നമ്മൾ തമ്മിൽ എന്താ ബന്ധം? രക്തബന്ധമുണ്ടോ? ഏതോ അനാഥാലയത്തിൽ നിന്ന് പോയി ആ കൊച്ചിനെ ദത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. മോഹിനി, ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയുന്നതിൽ തെറ്റ്? ഉപ്പോളം വരെ ഒപ്പിലിട്ടത്. ശരിയാ മോഹിനി, നീ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഈ നന്ദുമോനാണ് ഇവിടത്തെ ഉപ്പ്. നിനക്കറിയോ? നന്ദ എൻ്റെ അഭിമന്യു മോനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ മനസ്സ് കല്ലച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് നന്ദുമോനെ ദത്തെടുത്തുകൊണ്ട് വന്നത്. അവൻ ഇവിടെ വന്നതിലെ തുടർന്നാണ് എല്ലാവരുടെ മനസ്സ് ശാന്തമായത്, എല്ലാവരുടെ മനസ്സിൽ സന്തോഷം വന്ന് നിറഞ്ഞത്, എല്ലാവരുടെ ഭക്ഷണത്തിന് രുചിയുണ്ടായത്. അത് നീ മറക്കാൻ പാടില്ല. ഒരിക്കൽ കൂടി നീയൊരു ഇവിടുത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സഹിക്കില്ല. നന്ദുമോനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഈ അരുന്ധതി അത് ക്ഷമിക്കില്ല. എടാ, നിൻ്റെ ഭാര്യയോട് നീ പറഞ്ഞു കൊടുത്തേര് ഇത്തരത്തിലുള്ള സംസാരം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതി അവിടെ നിന്ന് പോവുക. അപ്പം മോഹിനിക്കാകെ കലി വരികയാണ്. ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതോ അനാഥാലയത്തിൽ കിടന്ന കൊച്ചിനെ ഇവിടുത്തെ അവകാശിയാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ മഹിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ മോഹിനി ഓടി വരികയാണ്. മോഹിനി, നീ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് വരണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് മഹിയേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാവരും ഉണ്ടോ? ഉണ്ട്. പക്ഷേ നന്ദുമോൻ പറയുന്നത് നന്ദയെ കൊണ്ടുവരണമെന്നാ. നന്ദയെ കൊണ്ടുവരാൻ നിങ്ങളുടെ തലയ്ക്കെന്താ ഭ്രാന്താണോ? നിങ്ങളിതിന് നന്ദയെ കൊണ്ടുവരുന്നത്? അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം കലങ്ങും, കുട്ടിച്ചോറാക്കും. ഓർക്കുന്നുണ്ട് അവൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും. പക്ഷേ നന്ദുമോനത് വാശി പിടിക്കണമെങ്കിൽ അങ്ങോട്ട് പിടിക്കട്ടെ. പക്ഷെ അത് സമ്മതിച്ച് കൊടുക്കരുത് മഹിയേട്ടാ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് നന്ദ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.